നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വായന എന്ന് പറയുന്നത് ചിത്രം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള വായനയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വായനയുടെ തലക്കെട്ട്. അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ് ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് വളരെയധികം ഐശ്വര്യപൂർണമായ ഒരു സ്ത്രീയായിട്ടാണ്. കാരണം ഈ സ്ത്രീയുടെ കയ്യിൽ ഇരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പഴങ്ങൾ, അത് ഒരു ഫ്രൂട്ട്ഫുൾനെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിറവിനെയാണ് സൂചിപ്പിക്കുന്നത്, ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള ഐശ്വര്യങ്ങൾ വന്ന് കയറിയതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ഒരു ഐശ്വര്യവതിയായ സ്ത്രീയായിട്ടാണ് കാണുന്നത്. ഈ ഒരു വായന കാണുന്നത് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന സ്ത്രീയെക്കുറിച്ച് വേണം ഇങ്ങനെ ചിന്തിക്കാൻ. സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ നേരെ തിരിച്ചും അത് മനസ്സിലാക്കുക. വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു സ്ത്രീയായിട്ടും അതുപോലെ ശക്തി സ്വരൂപിണി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇവിടെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യവും നിങ്ങളുടെ വ്യക്തി ശ്രദ്ധാപൂർവം കേൾക്കുകയും ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ അത് ഈ വ്യക്തി അംഗീകരിക്കുന്നില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും മാറി നിന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തി പ്രവർത്തിച്ച് വിജയിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ വായന കാണുന്ന നിങ്ങൾ ഈ വ്യക്തിയുടെ ഭാര്യയായിരിക്കാം, കാമുകിയായിരിക്കാം. ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങൾ പറയുന്നത് തന്നെയാണ് വേദവാക്യം. ഈ വ്യക്തി മനസ്സുകൊണ്ട് ധാരാളം നന്ദി വാക്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളോട്. കാരണം ഈ വ്യക്തിയെ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്നായിരിക്കാം, മോശപ്പെട്ട അഡിക്ഷനിൽ നിന്നായിരിക്കാം. അതായത് അടിമത്വം, അനാവശ്യമായി മദ്യപാനം ചെയ്യുക, പുകവലിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവ രീതികളുണ്ടെങ്കിൽ അതിൽ നിന്നും എല്ലാം തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ കരകയറ്റിയതായി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഒരാശ്വാസവും സന്തോഷവും കോൺഫിഡൻസുമാണ് നിങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുമായി പലതരത്തിലുള്ള പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തിക്ക് നിങ്ങൾ തന്നെയാണ് നിറവ് എന്നാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൈകളിൽ നിന്നും കൈനീട്ടം മേടിച്ചുകൊണ്ടായിരിക്കണം ഈ വ്യക്തി പല കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ ഏതൊരു ബന്ധമാണെങ്കിലും, ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, കാമുകി കാമുകൻ റിലേഷൻ ആയിക്കോട്ടെ, ഏതൊരു ബന്ധമാണെങ്കിലും അവിടെ ഒരു ആത്മബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ നേർക്ക് നേരെ ചിലപ്പോൾ ഈ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമ്മതിച്ച് തരുന്നില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങളുടെ ഐശ്വര്യം കൊണ്ടും നിങ്ങളുടെ ഉപദേശം കൊണ്ടും നിങ്ങളുടെ ആ ഒരു ആത്മബന്ധം കൊണ്ടുമാണ് ഈ വ്യക്തിക്ക് സകല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് ഈ വ്യക്തി വളരെയധികം ധൈര്യപൂർവ്വം മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ കിട്ടിയത് ഈ വ്യക്തിയുടെ ഭാഗ്യമായിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. ഈ വ്യക്തിയുടെ കുട്ടിക്കാലമോ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുൻപുള്ള ജീവിതമോ വളരെയധികം പരാജയപൂർണമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം നിറവിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിറവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിജയത്തെയും
അതുപോലെ ഉന്നതിയിലെത്തുന്നതിനെയും കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന. ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് പോകാം. നമസ്കാരം സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് തൊട്ടു മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജായിട്ടോ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ അയക്കാവുന്നതാണ്. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് വായനയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ്. തീർച്ചയായും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ പ്രധാനമായും നോക്കിക്കാണുന്നത്, നിങ്ങൾ വളരെയധികം പരിഷ്കാരികളായിട്ടുള്ള വ്യക്തികളായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ നാടൻ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല. വളരെയധികം മോഡേൺ രീതികളും വസ്ത്രാധരണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഭരണങ്ങളും രീതികളും കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഈ രീതികളെല്ലാം തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടവും സന്തോഷവും നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ നാടൻ കാര്യങ്ങളോട് പ്രത്യേക ഇഷ്ടങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് നിങ്ങളിൽ നിന്നും തന്നെയാണ്. കാരണം നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ വസ്ത്രധാരണ, നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ആഭരണങ്ങൾ, നിങ്ങളുടെ സംസാര ശൈലി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ വളരെയധികം ആകർഷിക്കപ്പെടുത്തുന്നു. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമാകില്ല എന്നുള്ളത്. പക്ഷേ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. കാരണം ഈ വ്യക്തി ഇതൊക്കെ വളരെയധികം ആനന്ദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും, അതായത് നിങ്ങളെക്കുറിച്ച് നല്ല ക്വാളിറ്റീസ് മറ്റുള്ളവരോട് ഈ വ്യക്തി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുമായി സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നേർക്കുനേരെ സംസാരിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളെ അംഗീകരിക്കുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ നല്ല ആൾക്കാരാണ്, നിങ്ങളുടെ ഡ്രസ്സിങ് രീതി, സംസാര ശൈലി, ആഭരണങ്ങൾ ഇതൊക്കെ നല്ലതാണെന്ന് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്തുള്ള സുഹൃത്തുക്കളോടോ ഒപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാരോടോ കൂട്ടുകാരികളോടോ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. തീർച്ചയായും ഇത് നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിച്ചത് തന്നെ നിങ്ങളുടെ വരവോടുകൂടി തന്നെയാണ്. ഈ വ്യക്തി ചിലപ്പോൾ ഒരു പഴഞ്ചൻ ചിന്താഗതിയോടുകൂടി മുൻപോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അമിതമായിട്ടുള്ള ഭയം, എന്തിനേയും നേരിടാനുള്ള പേടി, പ്രതിസന്ധികളെ മറികടക്കാനുള്ള പ്രശ്നങ്ങൾ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വരവോടുകൂടി തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ഉന്നതികൾ കൈവരിക്കാൻ സാധിച്ചു. ഇനി അതല്ല എങ്കിൽ ഈ വ്യക്തിക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം, തീർച്ച. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ മാറിയതും നിങ്ങളുമായി സംസാരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ തന്നെയാണ്. നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഊർജം ലഭിക്കുന്നു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ വ്യക്തിയെ വിട്ടുപോയി എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് ഒരു ഉല്ലാസയാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജന്മനാട്ടിലേക്കോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജന്മസ്ഥലത്തേക്കോ കൊണ്ടുപോകാനോ അങ്ങോട്ടേക്ക് ക്ഷണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് വരാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു.
ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ഈ വ്യക്തി നിശബ്ദനായിട്ടിരിക്കുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് ഈ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിൽ, അതായത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധമാണ്, നല്ലൊരു സൗഹൃദമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഒരു പ്രണയത്തിലേക്കാക്കുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിലുള്ള പ്രണയം നിങ്ങളോട് തുറന്നു പറയാനും ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കമിതാക്കളാണ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമാണ്, നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ ഈ വ്യക്തി നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ചെയ്യാവുന്നതാണ്. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.